ഹലോ ഗായ്സ്, വെൽക്കം ടു അനീഷ് ട്രാവലർ. ഇന്ന് നമ്മൾ പോകുന്ന അമ്പലത്തിലോട്ടാണ്. നമ്മൾ സെയിം ആയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഹനി പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്. ഞങ്ങൾ കാങ്കോൽ അമ്പലം എന്ന് ഞങ്ങൾ പറയുന്ന കാങ്കോൽ ശ്രീ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിൻ്റെ തന്നെ ഉപദേവതാ സ്ഥാനമായ കാങ്കോൽ ശ്രീ കളരി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് കാങ്കോൽ ശ്രീ ശിവക്ഷേത്രം ബോർഡ് കണ്ടല്ലോ. അപ്പോൾ ഒരു വലിയ മൈതാനമുണ്ട്, ശിവക്ഷേത്ര മൈതാനം. അത് കഴിഞ്ഞിട്ടാണ് ശിവൻ്റെ അമ്പലം. അത് കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ കളരി ഭഗവതി ക്ഷേത്രത്തിലെത്തും. അപ്പോൾ ഇവിടെ ഇതൊരു അമ്പലം, നോർമൽ അമ്പലമല്ല, തെയ്യം കെട്ടിയടിക്കുന്ന ഒരു സ്ഥലമാണ്. പണയക്കാട്ട് ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന ദേവി. അതിനുശേഷം വിഷ്ണുമൂർത്തി, വല്ലാർകുളങ്ങര ഭഗവതി, പുലിക്കണ്ടൻ, അങ്ങനെ 4 തെയ്യക്കോലങ്ങൾ കെട്ടിയടിക്കുന്ന കണ്ട 4 തെയ്യക്കോലങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ദേവതാസ്ഥാനമാണ് കാങ്കോൽ ശ്രീ കളരി ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാർത്ഥനയായിട്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ നേരം. അപ്പോൾ ഞാനങ്ങനെ വെളിച്ചെണ്ണ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് തെയ്യം കെട്ടിയാറിക്കാറുള്ളത്. നോർമലി 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ ആയിട്ട് ഈ 4 തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തും. ഇപ്പോൾ പണയക്കാട്ട് ഭഗവതി എന്ന് പറയുന്നത് മുമ്പിൽ തലയുടെ മുടിയിലൊക്കെ നിറയെ പന്തമൊക്കെ വെച്ചിട്ടുള്ള ഒരു ദേവിയാണ്. നമുക്ക് ആ സമയത്തും ദേവിയുടെ പന്തത്തിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റാത്തവർ ഇതേപോലെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ കൊടുക്കാം. എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കത്തിക്കും. പക്ഷേ നിത്യപൂജകളൊന്നുമില്ല. തെയ്യത്തിൻ്റെ സമയത്ത് മാത്രമാണ് കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്നതും ഒക്കെ. അപ്പോൾ എല്ലാ കാവുകളെയും പോലെ തന്നെയാണ്. ഇതിന് ശേഷം നമ്മൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ശിവക്ഷേത്രത്തിലും ഈ പറഞ്ഞ മാതിരി നമ്മൾ വിളക്ക് വയ്ക്കാൻ വേണ്ടി എണ്ണ നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ശിവക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുന്നത് എള്ളെണ്ണയും, കളരി ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാങ്കോൽ എന്ന് പറയുന്നത് ഒരു യാഗഭൂമിയായിട്ടാണ് വിചാരിക്കുന്നത്. അതായത് പണ്ട് ബ്രഹ്മാണ്ഡ പുരാണം അനുസരിച്ച് കപില മഹർഷി യാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിക്കുകയും അദ്ദേഹം ഈ കാങ്കോൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലം ഇഷ്ടപ്പെട്ട് അവിടെയൊക്കെ വൃത്തിയാക്കി അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം തുടങ്ങിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും യാഗം മുടക്കാൻ വേണ്ടി അസുരന്മാർ വന്നു. അപ്പോൾ അദ്ദേഹം പരശുരാമൻ്റെ സഹായം തേടി യാഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പരശുരാമൻ അസുരന്മാരെയൊക്കെ കൊന്ന് കപില മഹർഷിയുടെ യാഗത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ മഹർഷി യാഗം പൂർത്തിയാക്കി. കപില മഹർഷി യാഗം ചെയ്ത സ്ഥലമാണ് പിൽക്കാലത്ത് കപിലവൻ കോവിൽ എന്ന സ്ഥലം ലോപിച്ച് കാങ്കോലായി മാറിയത്. അപ്പോൾ ഈ യാഗത്തിൽ പ്രസാദിച്ച എല്ലാ ഭഗവാന്മാരും യാഗത്തിൻ്റെ അവസാനം ഹവിസ് സ്വീകരിക്കാൻ വേണ്ടി ഈ സ്ഥലത്തെത്തിയെന്നും യാഗത്തിൽ സന്തോഷിച്ച ശിവനും പാർവതിയും സ്വയംഭൂവായി ഇവിടെ അവതരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീക്രട്ടായ ഒരു സ്ഥലമായിട്ടാണ് ഈ കാങ്കോൽ കരുതപ്പെടുന്നത്. ഇപ്പോൾ അമ്പലം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് നമുക്ക് ഈ യാഗാവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കാണാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് അത്രയും പുണ്യഭൂമി ആയതുകൊണ്ട് തന്നെ, യാഗഭൂമി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വീടൊക്കെ വയ്ക്കുമ്പോൾ ഇവിടുന്ന് മണ്ണ് ശേഖരിച്ചിട്ട് സ്വന്തം അതായത് ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ട് സ്വന്തം വീടിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോകണം. അപ്പോൾ കളരി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നേരെ മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ശിവൻ്റെ അമ്പലത്തിൽ ചെല്ലാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ളത്, ലെഫ്റ്റ് സൈഡിൽ പഴയ ഓഡിറ്റോറിയം, റൈറ്റ് സൈഡിൽ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള പുതിയ ഓഡിറ്റോറിയമാണ്. ഇതാണ് ശിവക്ഷേത്രത്തിലേക്കുള്ള കവാടം. അപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ശിവപ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണിത്. നമ്മൾ നേരെ ചെന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ ഒരു അരയാൽത്തറയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വഴിപാട് കൗണ്ടറുണ്ട്. ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്തിട്ട് അകത്ത് പോവാണ്. അപ്പോൾ അമ്പലത്തിൽ ഇപ്പോൾ കുറച്ച് പുനരുദ്ധാരണ പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 അമ്പലത്തിനകത്ത് കല്ലൊക്കെ പാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ 9 മണി വരെ മാത്രമേ ദർശനം അനുവദിക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങൾ വൈകുന്നേരം 6 മണിയൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിൽ ചെന്നത്.
കൊട്ടിയൂർ ഉത്സവമൊക്കെ ആയിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ കാങ്കോൽ ശ്രീ ശിവക്ഷേത്രം. കൊട്ടിയൂർ ഉത്സവം നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഇവിടുത്തെ അവകാശികൾ, ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ മണ്ണ് അത്രയും പവിത്രമായതായിട്ടാണ് കരുതപ്പെടുന്നത്. മണ്ണും കൊണ്ട് കൊട്ടിയൂർ ചെന്ന് കഴിയുമ്പോഴാണ് ഉത്സവം തുടങ്ങുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ എണ്ണ കൊടുക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ എണ്ണ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ സ്വയംഭൂവായ ശിവനാണ് പ്രതിഷ്ഠ. അപ്പോൾ മഹർഷിയുടെ യാഗത്തിന് ശേഷം ദേവൻ ഇവിടെ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി കാട് മൂടിക്കിടന്ന ഈ സ്ഥലം പിന്നെ കലിയുഗത്തിൽ രണ്ടുപേര് കണ്ടുപിടിക്കുകയും അതിനുശേഷം ഈ സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കുകയാണ് ചെയ്തത്. മുടിയില്ല വച്ചാലോ. ക്ഷേത്രത്തിന് 4 ഉപദേവതാ പ്രതിഷ്ഠകളാണുള്ളത്. നാലമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന് വലതു ഭാഗത്തായിട്ട് ഗണപതിയും, അതിനുശേഷം നാലമ്പലത്തിനകത്ത് പുറത്ത് വലതു ഭാഗത്തായിട്ട് ധർമ്മശാസ്താവും ശ്രീ ദുർഗാദേവിയും, അതുകൂടാതെ അമ്പലത്തിന് പുറകുവശത്തായിട്ട് നാഗപ്രതിഷ്ഠയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റമ്പലത്തിന് വെളിയിലായിട്ട് ഒരു ബ്രഹ്മാവിഷ്ണു സങ്കല്പത്തിൽ അരയാലും അരയാൽ തറയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ധർമ്മശാസ്താവിൻ്റെ ഉപദേവതാസ്ഥാനം. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ പുനരുദ്ധാരണ പ്രവർത്തികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നാലമ്പലത്തിനകത്ത് കല്ല് പാകിക്കൊണ്ടിരിക്കുക. അത് കാരണം ഞങ്ങൾ നാലമ്പലത്തിനകത്ത് പോയില്ല. നാലമ്പലത്തിനകത്താണ് ഗണപതി പ്രതിഷ്ഠ. ധർമ്മശാസ്താവിനെ തൊഴുത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ദുർഗാദേവിയുടെ നടയിലേക്കാണ്. അപ്പോൾ ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട 2 ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ശിവരാത്രിയും അതേപോലെ നവരാത്രിയുമാണ്. നവരാത്രിക്ക് 7 ദിവസവും ദുർഗാദേവിയുടെ അടുത്ത് നിറമാലയും പൂജകളും പിന്നെ വിദ്യാരംഭവും വാഹനപൂജയും ഗ്രന്ഥം വെപ്പൊക്കെ ഉള്ള വലിയൊരു ഉത്സവമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉള്ള പോലെ ശിവരാത്രിയും മഹാശിവരാത്രിയും വളരെ കാര്യമായിട്ട് തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. കൃഷ്ണ തുളസി തന്നെ എനിക്കൊന്ന് അമ്പലത്തിലേക്ക് വേണ്ട തുളസിയൊക്കെ അമ്പലത്തിൻ്റെ ഗാർഡനെന്ന് പൂവൊക്കെ ഇവരെന്നെ ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പം നമ്മൾ ദുർഗാദേവീനെയും തൊഴുത് പിന്നീട് തിരിച്ചു വന്ന് ശ്രീകോവിലിനെ പ്രദക്ഷിണം ചെയ്യാണ്. അപ്പോൾ പ്രദക്ഷിണ വഴിയിലാണ് നാഗം വരുന്നത്. ഇപ്പോൾ ഒരു വലിയ നാഗ തന്നെയുണ്ട്. അപ്പോൾ അവിടെയാണ് നാഗപ്രതിഷ്ഠയുള്ളത്. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് വലിയ ഒരു നാഗമാണ് കാങ്കോൽ ശ്രീ ശിവക്ഷേത്രത്തിന് ഉള്ളത്. ഉണ്ടാവും നന്ദികേശൻ. പശുവിനൊക്കെ ഉണ്ടോ ഹനി? പശുവല്ല, അത് കാള. ഗോശാലയാണ്, ഗോശാല. കാളയാണ്. ശ്രീ നന്ദി അതാ കണ്ടോ? അതാ അവിടെ ശ്രീ നന്ദികേശൻ. എടുക്കാണ്ട് തന്നെ കാണുപ്പാ. പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തി നോക്കി കണ്ടോ? അതാ എല്ലാം കാണിച്ചു. അത്ര ഹൈറ്റ് ഉള്ളൂ. നീ ഇതുവഴി വേണം കയ്യിലേ നടന്നു പോയി നോക്കിക്കോ. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം പയ്യന്നൂരിൽ നിന്നും 7 കിലോമീറ്റർ മാറി വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആഗമണൽ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നിറയെ ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ തൊഴുത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞത് ഇവിടെ കുറച്ച് സമയം ഇരിക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് സമയം ഭഗവാന്റെ അടുത്ത് ഇരിക്കണം എന്നാണല്ലോ പറയുക, പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയായി. ഞങ്ങൾ 6 മണിക്കായപ്പോൾ പോയത്. ഇപ്പോൾ 7 മണിക്കായി. വിളക്കൊക്കെ തെളിച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ഇവർക്ക് കുളം കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷേത്രക്കുളത്തിലേക്ക് പോകണം. ഇപ്പോൾ ക്ഷേത്രത്തിനോടനുബന്ധിച്ചൊരു വലിയ കുളം കൂടിയുണ്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്, ഒരു 1-2 മിനിറ്റ്. എന്താ കണ്ടോ, അമ്പലത്തിലെ പുനരുദ്ധാരണത്തിൻ്റെ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇത് കളരി ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിൻ്റെ ബോർഡാണ്. ഇപ്പോൾ ഇവിടെ നിറയെ ആലുകളൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ തറയൊക്കെ കെട്ടി എല്ലാ ആലും സംരക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ക്ഷേത്രക്കുളം കാണാൻ പോവാം.
ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റുമോ? ആ പിന്നെ എന്തിനാ സ്റ്റെപ്സ്? അടി അവിടെ ഇതാ ഒരു കുളത്തിൽ അത്ര നല്ലതല്ല. അങ്ങനെ ഞങ്ങൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. കളരി ഭഗവതി ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തി. അപ്പോൾ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.